ഹലോ ഫ്രണ്ട്സ്, പത്തരമാറ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വീട്ടിൽ ക്യാഷുമായി കൊടുത്തിട്ട് തിരിച്ചു വരുന്ന നയനെ എല്ലാവരും കൂടി നിർത്തി പൊരിക്കാൻ കേട്ടോ. അല്ലെ ദേവയാനിയാണ് ഒന്നാമത്. അങ്ങനെ പൈസ കൊടുത്തതിനെ പറ്റിയൊക്കെ അവസാനം സങ്കടമായിട്ട് നയനെ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് മുത്തശ്ശി സപ്പോർട്ട് ചെയ്യാൻ കേട്ടോ. കാശിന് ആവശ്യം വരുമ്പോഴല്ലേ സഹായിക്കേണ്ടത്, അതും അവളുടെ അമ്മയെടുത്ത്. അതുമാത്രമല്ല, സ്വന്തം ഭർത്താവിനോട് ചോദിച്ചിട്ടല്ലേ നയനെ കൊണ്ട്, അതിന് ഇത്ര ചോദ്യം ചെയ്യാൻ എന്തായിരിക്കുന്നു ദേവയാനി എന്നൊക്കെ പറഞ്ഞ് എല്ലാവരെയും വഴക്ക് കുറയാണ്. അങ്ങനെ നയന പറയുന്നുണ്ട്, ഇത്രയും നാളും എൻ്റെ വീട്ടിൽ ഞാനായിരുന്നു എല്ലാം ചെയ്തിരുന്നത്, നല്ല രീതിയിൽ മുന്നോട്ട് ബിസിനസ് കൊണ്ടുപോയിക്കൊണ്ടിരുന്നതാണ്. പെട്ടെന്നാണല്ലോ ഇങ്ങനൊരു കല്യാണം വന്നത്, അതുകൊണ്ട് എല്ലാം മുടങ്ങിയൊക്കെ പോയത്. വീട്ടിൽ പ്രാരാബ്ദങ്ങളും ബുദ്ധിമുട്ടൊക്കെ വന്നു തുടങ്ങിയത് അങ്ങനെയാണ്, അതുകൊണ്ടാണ് സഹായിക്കണമെന്ന് തോന്നിയത് എന്നൊക്കെ ഇങ്ങനെ നയനയും ന്യായീകരിക്കുന്നുണ്ട് കേട്ടോ. അവസാനം മുത്തശ്ശി എല്ലാവരെയും വഴക്കുറയുന്നത് കാരണം എന്നിട്ടും പറയുന്നുണ്ട്, നവ്യയ്ക്ക് പോലും തോന്നുന്നില്ല, നിൻ്റെ സ്വന്തം സഹോദരിയാണ് നവ്യ, ആ നവ്യ പോലും മോശമായിട്ടാണല്ലോ സംസാരിക്കുന്നത്, അതുപോലെ അമ്മായിയമ്മയും അങ്ങനെ തന്നെ ആയല്ലോ എന്നിങ്ങനെ പറയാം കേട്ടോ. അങ്ങനെ നയന നേരെ മുകളിലേക്ക് കയറി ചെല്ലുമ്പോൾ അവിടെ ആദർശ് ഇരിപ്പുണ്ട്. അപ്പോൾ ആദർശിന് പറയുന്നുണ്ട്, ആദർശ് ഇതുപോലെ ഓഫീസിൽ നിനക്കൊരു ജോലി തരാം എന്നുള്ളത്. പക്ഷേ അത് നിരസിക്കുകയാണ് നമ്മുടെ നയന. എനിക്കത് വേണ്ടാന്ന് പറയുന്നു. അതല്ല, പവിത്രയെ പോലെ ഒരാൾ അവിടെ നമ്മൾ ശമ്പളം കൊടുത്തിരുത്തിയില്ലേ, അപ്പോൾ അതിൽ നല്ല ബ്രില്യൻ്റായ നിന്നെ അവിടെ ജോലിക്ക് എടുക്കുന്നതിൽ എന്താ തെറ്റ്, നിനക്ക് വന്നുകൂടെ? ഇല്ല. ശരി. അപ്പോൾ ചോദിക്കുന്നുണ്ട്, എന്തായാലും അമ്മ സമ്മതിക്കോ? അമ്മ സമ്മതിപ്പിക്കാം, അമ്മയെ കൊണ്ട് നമ്മൾ സമ്മതിപ്പിക്കാം എന്നൊക്കെ ഇങ്ങനെ പറയുക കേട്ടോ. പക്ഷേ എനിക്ക് ആ ജോലി വേണ്ടാന്ന് പറഞ്ഞ് നയന പോവുകയാണ്. ആ സമയത്താണ് പെട്ടെന്ന് ഇളയമ അങ്ങോട്ട് കയറി വരുന്നത്. അപ്പോൾ ഇളയമ പറയുന്നുണ്ട്, നീ ജോലി കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അവൾ നിരസിച്ചെങ്കിൽ അതിന് കാരണമുണ്ട്. ഇവിടുന്ന് നീ അറിഞ്ഞിട്ടല്ലേ, നീയല്ലേ കൊടുത്ത് അവളുടെ വീട്ടിൽ 1,00,000 രൂപ കൊടുക്കണമെന്നൊക്കെ പറഞ്ഞിട്ട്. എന്നിട്ട് എന്തായി? എല്ലാവരും കൂടി അവളെ നിർത്തി പോയിരിക്കുക, ഇവിടുന്ന് എടുത്തുകൊണ്ട് പോയതാണെന്നും വീട്ടിൽ കൊടുത്താണെന്നും 2 പെൺമക്കളെയും പണക്കാരൻ്റെ വീട്ടിൽ അയച്ചിട്ട് അവരുടെ ചിലവർ ജീവിക്കാമല്ലോ എന്നുള്ള ആഗ്രഹത്തിലാണ് വീട്ടുകാർ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് സങ്കടപ്പെടുത്തി എന്ന് പറയാം. ഓ അത് ശരി, അപ്പോൾ അതുകൊണ്ടാണല്ലേ ജോലി വേണ്ടാന്ന് വെച്ചത് എന്നൊക്കെ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കട്ടോ. ആ സമയം തന്നെ നമ്മുടെ ഇളയച്ചൻ വെളിയിൽ ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കിനും ഇളയച്ചനോടും പോയി പറയുകയാണ് നമ്മുടെ ആദർശ് ഇതുപോലെ ജോലി കൊടുക്കുന്ന കാര്യം. അങ്ങനെ അമ്മയോട് സംസാരിക്കുകയാണ്. അമ്മയും പറയുന്നുണ്ടാവും, നീ എന്ത് വേണോ അവൾക്ക് വേണ്ടി ചെയ്തു, എനിക്കിവിടെ ഒന്നുമില്ല എന്ന് പറയാൻ കേട്ടോ. ദേഷ്യത്തോടെയാണ് പറയുന്നത്. എന്നാലും ഒരു സമ്മതത്തിൽ അവിടെ അമ്മയുടെ കയ്യിൽ നിന്നും സമ്മതം കിട്ടിയിട്ടുണ്ട് ആദർശന്. അത് എല്ലാവരോടും പോയി പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇളയച്ചൻ പറയുകയാണ്, നീ അതുമാത്രം ചെയ്താൽ പോരാ, അവളെ ഇടയ്ക്കൊന്ന് പുറത്ത് കൊണ്ടുപോവുകയും ഒക്കെ ചെയ്യണം. നിനക്ക് വേണ്ടിയിട്ട് ഇത്രയും ലക്ഷം രൂപയുടെ ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്തു തന്നതല്ലേ, അപ്പോൾ ഒരു ഭർത്താവിൻ്റെ കടമ നീ ചെയ്യണം. ബിസിനസ്സിൽ നീ മുത്തശ്ശനേക്കാളും മികച്ചതാണ്, പക്ഷേ ഒരു കുടുംബജീവിതത്തിൽ നീ 0 ആണെന്ന് എനിക്ക് തോന്നുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയട്ടോ. അതുപോലെ തന്നെ നമ്മുടെ നയനയുടെ വീട്ടിൽ പുതിയൊരു അമ്പലത്തിൻ്റെ ഒരു ഓർഡറുമായിട്ട് ഒരാൾ വരുന്നുണ്ട് കേട്ടോ. പക്ഷേ ജോലി ചെയ്യാം എന്നെല്ലാം ഏർപ്പാടായി നിന്നപ്പോഴാണ് നയന ഇവിടെ ഇല്ല, നയന കല്യാണം കഴിഞ്ഞ് പോയ കാര്യം അറിയുന്നത്. അപ്പോൾ നയനയുടെ അച്ഛനെയും അമ്മയൊന്നും ജോലി ഏൽപ്പിക്കാൻ അവർക്ക് താല്പര്യം ഉണ്ടാവുന്നില്ല. അപ്പോൾ പറയാണ്, അത് പറ്റില്ല, നയന ഇത് ഏറ്റെടുക്കുകയാണെങ്കിൽ ഞാൻ ഈ ജോലി തരാം, ലക്ഷങ്ങളുടെ കണക്കാണ് വരുന്നത്, നിങ്ങൾക്ക് ഇതുകൊണ്ട് ലാഭം ഉണ്ടാവും, അല്ലെങ്കിൽ ഞാനിത് ജോലി ഈ ഒരു കോൺട്രാക്റ്റ് നിങ്ങൾക്ക് തരില്ല എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ അത് കേട്ട് അവിടെ നയനയുടെ അച്ഛനും അമ്മയും കൂടെ വിഷമിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നന്ദുവും അനിയും കൂടെ നന്ദുവിൻ്റെ ആ ഒരു കവിതയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നന്ദു കളിയാക്കുകയും, അതിൽ എന്തായാലും എൻ്റെ ചേച്ചി ആർക്കും മോശമായിട്ടുള്ള ഒന്നും ചെയ്യില്ല, എല്ലാവർക്കും നല്ലത് മാത്രമേ ചെയ്യുള്ളൂ എന്നൊക്കെ ഇങ്ങനെ നന്ദു ചേച്ചിയെക്കുറിച്ച് വാദോരാതെ സംസാരിക്കുകയാണ് അനിയോട്. അപ്പോൾ സന്ധ്യ ആകുമ്പോഴത്തേക്കും ആദർശ് കിച്ചണിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മുടെ നയന അവിടെ നിൽക്കുകയാണ്. നയനയുടെ തോളിൽ കൈവച്ചിട്ട് പറയുന്നത്, എടി നമുക്ക് വൈകിട്ടൊന്ന് പുറത്തേക്ക് പോയാലോ? ഓ എന്താ ഇത്, ഞാൻ പേടിച്ച് പോയി, ആരാ എൻ്റെ പുറകെ വന്ന് പിടിക്കുന്നതെന്ന് പേടിച്ച് പോയില്ലേ? ഓ നിനക്ക് പേടിയൊക്കെ ആവുമല്ലേ എന്നിങ്ങനെ ആദർശ് ചോദിക്കട്ടോ. എന്താ പെട്ടെന്നൊരു മാറ്റം? അതൊക്കെയുണ്ട്, അങ്ങനെ പുറത്തു പോയാൽ അമ്മയ്ക്ക് ഇഷ്ടപ്പെടുമോ? അമ്മയ്ക്കൊക്കെ ഒരു സമ്മതം തന്നെയാണ് നിൻ്റെ കാര്യത്തിൽ. നമുക്ക് പോവാം, ഞാൻ എന്തായാലും പുറത്തൊന്ന് പോയിട്ട് വരട്ടെ, നീ ഡ്രസ്സൊക്കെ മാറി കുളിച്ച് റെഡിയായി നിൽക്കും, നമുക്ക് ഒരുമിച്ച് പുറത്തേക്ക് പോയെന്നിങ്ങനെ ആദർശ് പറയുമ്പോൾ നയന എന്തോ ഒരു വല്ലാത്ത അത്ഭുതം സംഭവിച്ചാണെങ്കിൽ നിൽക്കുന്നതാണ് ഇന്നത്തെ എപ്പിസോഡ് കേട്ടോ. പുതിയൊരു എപ്പിസോഡുമായി വീണ്ടും വരാൻ. ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.